കോൺഗ്രസിന്റെ താക്കീത് തള്ളി ശശി തരൂർ. സർവകക്ഷി സംഘത്തെ നയിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യം തരൂർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് നൽകിയ പട്ടിക പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ശശി തരൂരിനെ സർവകക്ഷി സംഘത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത്. അതേസമയം പാക് ഭീകരതയെ ലോകവേദികളിൽ തുറന്നുകാട്ടാൻ 7 സർവകക്ഷി സംഘങ്ങളാണ് രൂപീകരിച്ചിരിക്കുന്നത്. Why are you disturbing my peace? I'm very clear about it. This is wrong. എന്റെ അഭിപ്രായത്തിൽ നോക്കൂ, നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വരെ പ്രസക്തിയുള്ളൂ. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. വിഷയത്തിൽ രാഷ്ട്രീയം കാണുന്നില്ല. അതേസമയം വിവാദം സർക്കാരിനും കോൺഗ്രസിനും ഇടയിൽ എന്ന് വ്യക്തമാക്കി ഒഴിഞ്ഞു മാറുകയും ചെയ്തു. സർക്കാർ ഉൾപ്പെടുത്തിയ പേരുകൾ ഞങ്ങൾ നൽകിയതില്ലെന്ന് സൂചിപ്പിച്ച ജയറാം രമേശ് എക്സിൽ പോസ്റ്റ് ചെയ്തതോടെ സംഭവം വിവാദമായി. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. രാജ്യ താൽപര്യം ഉൾപ്പെടുന്ന വിഷയത്തിൽ എന്റെ സേവനം ആവശ്യമെങ്കിൽ മാറി നിൽക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കി. ചതിച്ച് പാല് കൊടുത്ത് വളർത്തിയ കൈക്ക് എന്നെ കൊത്തി. സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും. അത് കോൺഗ്രസിന്റെ സർക്കാരിന്റെ വെളിയിലായിരിക്കും, എനിക്കറിയില്ല. ചേട്ടാ അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ. എന്നെ മന്ത്രി വിളിച്ചു, ഞാനത് ബഹുമതിയെ കണ്ടു. ദേശീയ സേവനത്തിനാണ് അവർ ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ? എൻജോയ്. സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. സ്ക്രീനിൽ കാണാം. ഇനി ജയനായിട്ട് വരണോട്ടോ. ഓക്കെ, സ്ക്രീനിൽ കാണാം.